എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേയിലേക്ക് സ്വാഗതം. പുതിയ മാസത്തിൽ കർത്താവിൽ ബലപ്പെട്ട് വളരുവാൻ യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്നാം സങ്കീർത്തനം പോലെ, ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്ത വൃക്ഷം പോലെ നാം ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം തൊടുന്നതെല്ലാം ജയമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ജോസഫ് പോയിടത്ത് പാർത്ത പോത്തിഫറിൻ്റെ വീട്ടിൽ, ആ അടിമ വീട്ടിൽ അടിമയായി ജീവിക്കുന്ന അവൻ, ആ വീട്ടിനകത്ത് അവൻ തൊട്ടതെല്ലാം സമൃദ്ധിയായി. അവിടുത്തെ യജമാനൻ തൊട്ടത് സമൃദ്ധിയായി എന്നല്ല, ജോസഫ് തൊട്ടതെല്ലാം അനുഗ്രഹമായി മാറി. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവുണ്ടോ? തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം പോകുന്നിടത്ത് നമ്മൾ തൊടുന്നതും നമ്മൾ പറയുന്നതും ഒരു ജയമായി തന്നെ മാറും. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിലേക്ക് നമുക്ക് കൂടുതൽ അടുത്തു വരുവാൻ കർത്താവ് കൂടുതൽ 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 കൃപ തരട്ടെ. ഇന്നത്തെ ദിവസം ഒരു വലിയ ജയമായി തീരട്ടെ. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. നിന്നെ നിൻമുഖം കാണണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്നു ജീവിപ്പാൻ, നിന്നെ നിൻ
യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അതിൻ്റെ ആ ഒടുവിലത്തെ ഭാഗത്തിലെ ക്ലൈമാക്സിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. യേശുവിൻ്റെ കൂടെ എല്ലാവരും നിൽക്കുകയാണ്. ശിഷ്യന്മാർ നിറഞ്ഞ വലയുമായിട്ട് ആ കരയിലേക്ക് വരുന്നു. പത്രോസ് വെള്ളത്തിലോട്ട് ചാടി നീന്തി കരയിലോട്ട് വരുന്നു. യേശു എല്ലാവരോടും വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് കനലിൽ ചുട്ട മീനും അപ്പവും വെച്ച് എല്ലാവർക്കും ചൂടുള്ള അപ്പവും മീനും കൊടുക്കുന്നു. ഇപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന മീൻ, പത്രോസിൻ്റെ കയ്യിലിരിക്കുന്ന മീൻ, പത്രോസും ആ മീനും ഒരുപോലെയാണ്. കൈവിട്ട വെള്ളത്തിൽ പോകും. എന്നാൽ യേശുവിൻ്റെ കനലിലെ മീൻ യേശുവിനെ പോലെയാണ്, മറ്റുള്ളവർക്ക് രുചിയുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ കനലിലെ മീനെ പോലെ പത്രോസിൻ്റെ കയ്യിലിരിക്കുന്ന മീനുമാകണം. ഇപ്പോൾ പിടിച്ച മീനുമായിട്ട് പത്രോസ് ചെന്നപ്പോൾ യേശു കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതിന് തൊട്ട് മുമ്പിലുള്ള 1-2 സന്ദേശങ്ങൾ ജീസസ് എവരിഡേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 12-ാം വാക്യം, യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. കർത്താവാണെന്ന് എല്ലാവർക്കും ഉറപ്പായി. അത് ചൂണ്ടിക്കാണിച്ചത് യോഹന്നാനാണ്. അതുകൊണ്ട് ആരും നീ ആരാണ് കർത്താവ് എന്ന് ചോദിച്ചില്ല. എന്താണ്, ആ കാലത്ത് പലരെയും വലിയ മനുഷ്യരെ എല്ലാം കർത്താവ് എന്നൊക്കെ വിളിക്കും. ലോർഡ് എന്നുള്ളത് പല ഭാഷയിലും ഉള്ള ഒരു പ്രയോഗമാണ്. എന്നാൽ അത് പൗലോസ് ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ? ഇതുപോലെ ആ കാലത്തെ ഒരു പ്രയോഗമാണ് ലോർഡ് എന്ന വാക്ക്, കർത്താവേ. ഇതിപ്പോൾ ഇവരെല്ലാവരും അറിഞ്ഞു ഇത് കർത്താവാണെന്ന്. എന്താണ്, ഇത്രയും മീൻ കിട്ടിയെങ്കിൽ, വല കീറിയില്ലെങ്കിൽ, അത് കരയിലോട്ട് അടുപ്പിക്കാൻ പറ്റിയെങ്കിൽ, വലിയ സന്തോഷമുണ്ടെങ്കിൽ, ശൂന്യത മാറിയെങ്കിൽ, സംതൃപ്തി നിറഞ്ഞെങ്കിൽ അത് കർത്താവാണ്. ഇത് തന്നെയാണ് എല്ലാ വീടുകളിലും. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കർത്താവാണ്. ചിലരുടെ പ്രസംഗം കേട്ടാൽ നമ്മുടെ സന്തോഷം മുഴുവനും പോകും. അപ്പോൾ ഗോസിപ്പും ഗോസ്പലും എന്നാണ് പറയുന്നത്. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വസ്ഥത പോകും. പല പ്രസംഗങ്ങളിലും മറ്റുള്ളവരെ പഴിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ചില പ്രസംഗങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തുന്ന വാക്കുകളാണ്. ദൈവം നമ്മുടെ വായിൽ പ്രബോധനങ്ങൾ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ എങ്ങനെ അറിയാം? അതിനകത്തൊരു ആത്മീക വർധനവുണ്ടാകും, അതിനകത്തൊരു രൂപാന്തരമുണ്ടാകും, അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതിനകത്ത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേലൊരു പുതപ്പ് വന്ന് വീഴും. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേലൊരു ഇലക്ട്രിസിറ്റി അടിക്കുന്നത് പോലെയൊക്കെ തോന്നും. അത് കർത്താവാണ്. കർത്താവിൽ നിന്നാണെങ്കിൽ അതിനകത്ത് ഒരു ആനന്ദമുണ്ടാകും. ഇത് കർത്താവാണെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം സ്വസ്ഥത, സമാധാനം, നിരാശ മാറിപ്പോയി, സമൃദ്ധി നിറഞ്ഞു. അവർക്ക് ഇനി ചോദിക്കേണ്ട കാര്യമില്ല, കർത്താവാണോ എന്ന് ചോദിക്കേണ്ട, എല്ലാവർക്കും ഉറപ്പായി. ഇത്രയും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അത് കർത്താവാണ്. നിങ്ങളൊരു മീറ്റിങ്ങിന് പോയി, അവിടെ വിമർശനവും മറ്റുള്ളവരെ എതിരെ പറയുന്നതും കുത്തുപ്രസംഗമൊക്കെ ആണെങ്കിൽ അത് കർത്താവല്ല. ഉടനെ അവിടുന്ന് മാറുക. എന്നാൽ നിങ്ങൾ മറ്റൊരിടത്ത് പോയി, അവിടെ ഭയങ്കര സ്വസ്ഥത, വലിയ സമാധാനം, വലിയ വിടുതലുകൾ, അത് കർത്താവാണ്. കർത്താവുള്ളിടത്ത് സമാധാനം, സമൃദ്ധി. കീറാൻ പോകുന്ന വല പോലും കീറില്ല. ആമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് സമൃദ്ധി, അതാണ് വല കീറുന്നില്ല. സമൃദ്ധി, അതുപോലെയുള്ള നിറവ്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, അത് കർത്താവാണ്. അപ്പോൾ കർത്താവ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ചിലർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വിശ്വാസികളായിരിക്കും. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും തരുന്നുണ്ടെങ്കിൽ അവർ ദൈവം അയച്ചിട്ട് വന്നവരാണ്. അല്ല, ചിലർ വരുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ അവർ പൈശാചികമായ മറ്റൊരു മേഖലയിലുള്ളവരാണ്. രണ്ടിനെ വിവേചിക്കാൻ ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയണം. ഒരു ഫലമുണ്ടോ? അത് കർത്താവാണെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാർ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. 13, യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു.
മീനും അങ്ങനെ തന്നെ. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. കൊടുക്കും തോറും അവർക്ക് കഴിക്കാൻ രാവിലെ വിശന്നിരിക്കുകയാണ്. ഓരോരുത്തർ 5ഉം 6ഉം അപ്പം തിന്നുകയാണ്. മീൻ ആവശ്യം പോലെ എടുത്തു കൊടുക്കുകയാണ്. അവരുടെ വലയിൽ 153 മീനുണ്ട്. അതിൽ ചിലത് ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും യേശുവിന് വേണ്ട. യേശുവിന് ആവശ്യം പോലെയുണ്ട്. സകലത്തെ ഉണ്ടാക്കിയവന് അവൻ ആവശ്യം പോലെ അവൻ തന്നെ എടുത്തു കൊടുത്തെന്ന്. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു ആവശ്യം പോലെ. ഒരിക്കൽ 5 അപ്പം 2 മീൻ വിളമ്പിയ ആൾക്കാരാണ് ഇവര്. ഇവർക്കിപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു വന്ന് എടുത്തു കൊടുത്തു. യേശു തന്നെ നേരിട്ട് വന്നു. മരണത്തെ തോൽപ്പിച്ചവൻ, പാതാളത്തെ തോൽപ്പിച്ചവൻ എടുത്തു കൊടുത്തു. ഒരു അമ്മ മക്കൾക്ക് അപ്പം കൊടുക്കുന്നത് പോലെ, അടുക്കളയിൽ ഇരുത്തി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ. പഴയ കാലത്ത് അങ്ങനെയാണ്. എല്ലാം ഇങ്ങനെ ഇരിക്കും. എല്ലാം കുറേ പിള്ളേരുണ്ടാവും, എല്ലാവർക്കും കൊടുക്കും. കറിച്ചട്ടിയിൽ നിന്നൊക്കെ എടുത്ത് കയ്യിലിട്ട് ചോറും എല്ലാം ഇട്ട് ഇളക്കിയൊക്കെ കൊടുക്കും. കയ്യിൽ ഉരുള ഉരുട്ടിയൊക്കെ വായിൽ വെച്ച് കൊടുക്കും. ഇതുപോലെ കർത്താവ് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ തീറ്റിപ്പോറ്റുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്തവർ. എങ്ങനെയുണ്ട്? ഇതാണ് കർത്താവ്. കർത്താവിനെ വളരെ ലളിതമായി അറിയുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന കർത്താവാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കർത്താവെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, കർത്തൃമേശ എടുത്തോ, ഞാൻ വരുമ്പോൾ പോയേക്കണം, ഇങ്ങനെ പറഞ്ഞ ഒരു ലോയിൽ പോകുന്നവനല്ല കർത്താവ്. സ്നേഹത്തിൻ്റെ നിറകുടമാണ്. നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ പോലും കർത്താവ് ഇടപെട്ട് നമ്മെ തൃപ്തരാക്കും. വലയും നിറക്കും, വയറും നിറക്കും. അതാണ് കർത്താവ്. വല നിറച്ചു, ഇപ്പോൾ അവരുടെ വയറ് നിറക്കുകയാണ്. നിങ്ങൾ പറ. ഇതുപോലെ പെറ്റമ്മയേക്കാൾ വിശ്വസ്തനായ ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമ്മുടെ മുൻപിലുള്ള ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടണം എന്നാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്ക്. യേശുവിലോട്ട് നോക്ക്. എല്ലാം പൂർത്തിയാക്കും. വല നിറക്കും, വയറ് നിറക്കും, മനസ്സ് നിറക്കും. അപ്പോഴാണ് കണ്ണ് നിറയും. ആ സമയത്ത് നമ്മുടെ കണ്ണും നിറയും. വല മാത്രമല്ല, വയറ് മാത്രമല്ല, ഹൃദയം മാത്രമല്ല, നമ്മുടെ കണ്ണും നിറയും. നന്ദി കൊണ്ട് കണ്ണ് നിറയാറുണ്ടോ? സങ്കടം കൊണ്ട്, വേദന കൊണ്ട്, ദുഃഖം കൊണ്ട് നിറയുന്ന കണ്ണുനീരല്ലാതെ ആനന്ദ കണ്ണുനീരുണ്ടാകാറുണ്ടോ? പലർക്കും ഇതറിയില്ല. ആകെ ആ ചതഞ്ഞെന്ന് പറയുന്ന ആ കണ്ണുനീരേ ഉള്ളൂ. എനിക്കാരുമില്ലേ എന്ന് പറയുന്ന കണ്ണുനീരല്ലാതെ ആനന്ദ കണ്ണുനീർ. കണ്ണും നിറഞ്ഞു, വല നിറഞ്ഞു, വയറ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. ഇതുപോലെയാണ് കർത്താവ് എന്തെങ്കിലും ചെയ്താൽ നന്ദിയുള്ളവരായി നിങ്ങൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. എനിക്കൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ കർത്താവിനെ ഇട്ടേച്ച് പോയവരാണ്, എന്നാൽ ഞങ്ങളെ തേടി ഞങ്ങളുടെ കടൽക്കരയിൽ വന്നു. ആ ഇരുട്ടുള്ള പ്രഭാതത്തിൽ ഒന്നുമില്ലാതെ, ഒന്നും പിടിക്കാതെ, കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കാണാതെ ഞങ്ങൾ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഞങ്ങളെ തേടി വന്ന് വല നിറച്ച് കരയിൽ കൊണ്ടുവന്ന് കരയിൽ വെച്ച് വയറ് നിറച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവാണ് ഞങ്ങളുടെ കർത്താവ്. അവരുടെ കണ്ണു നിറയും. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം ഞങ്ങൾക്ക് അവനുമായിട്ട് കൂട്ടായ്മയുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാകണം. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടതാണ്, കണ്ണ് നിറച്ച് കണ്ടതാണ്, കണ്ണുനീരോടെ, ആനന്ദ കണ്ണുനീരോടെ കണ്ടതാണ്. ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു, ഞങ്ങളുടെ വയറ് നിറഞ്ഞു, ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. അവൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമായിരുന്നു. ഇതാണ് കർത്താവായ യേശു. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക്
പ്രത്യക്ഷനായി. ഓരോ പ്രാവശ്യം വരുമ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുക. അപ്പോൾ യേശു മരിച്ചു എന്ന് കരുതി അത്ഭുതം മരിച്ചില്ല. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റതോടുകൂടി അത്ഭുതങ്ങൾ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പോടുകൂടി അത്ഭുതങ്ങളുടെ സാധ്യത കൂടുകയാണ് ഉണ്ടായത്. അല്ലാതെ യേശു ഈ ഭൂമിയിൽ വന്ന് 3.5 വർഷം കൊണ്ട് അത്ഭുതമൊക്കെ ചെയ്ത് തീർത്തല്ല പോയത്. അതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. അന്നുള്ള ജനങ്ങൾക്ക് ഇന്ന് ഭൂമിയുടെ എല്ലാ ഭാഗത്തും കർത്താവ് തൻ്റെ കരം നീട്ടുന്നു, തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. കർത്താവ് നമുക്ക് പ്രത്യക്ഷനാവും. വീണ്ടും 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 നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ചില പ്രത്യക്ഷതകൾ, എൻകൗണ്ടറുകൾ നമുക്കുണ്ടാകും. കർത്താവ് വിളിച്ചവരാണോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ യേശുവുമായിട്ട് കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഇനിയും യേശു കരുതി വച്ചിട്ടുണ്ട്. ഈ പുതിയ മാസം അങ്ങനെയുള്ള ചില എൻകൗണ്ടറുകൾ നിങ്ങളുടെ മുറിയിൽ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് കടന്നു വരട്ടെ. നിങ്ങളുടെ യാത്രയിൽ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നതുപോലെ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരട്ടെ. കഥ കടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്ന കർത്താവ് നിങ്ങളുമായിട്ട് കൂട്ടായ്മയുണ്ടാക്കട്ടെ. അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുവാൻ കർത്താവിന് മനസ്സുണ്ട്. കർത്താവ് അത് ചെയ്യും. കർത്താവ് നിറവിൻ്റെ ദൈവമാണ്. ഇനിയും നമുക്ക് ഈ ഭാഗത്തെ ചില ഭാഗങ്ങൾ കൂടി തുടരാനുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും വർദ്ധിക്കണം. അവരുടെ വല നിറയണം, അവരുടെ മനസ്സ് നിറയണം, അവരുടെ വയറ് നിറയണം, സന്തോഷത്തിൻ്റെ കണ്ണ് നിറയണം. അവർ കർത്താവിന് വേണ്ടി അത്ഭുത സാക്ഷികളാകണം. ഞാൻ പാപിയായിരുന്നു, യേശു എന്നെ വിടുവിച്ചു. ഞാൻ രോഗിയായിരുന്നു, കർത്താവ് എന്നെ സൗഖ്യം. ഞാൻ തകർന്ന വ്യക്തിയായിരുന്നു, കർത്താവ് എന്നെ രക്ഷിച്ചു. എൻ്റെ കുടുംബം എല്ലാ നിലയിലും അധപ്പതിച്ചതായിരുന്നു, കർത്താവ് എൻ്റെ പടക് നിറച്ചു തന്നു. എൻ്റെ കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ ഇവർ പറയട്ടെ. ശരീരം സൗഖ്യമാകട്ടെ, മനസ്സ് സൗഖ്യമാകട്ടെ, ഡിപ്രഷനുകൾ മാറട്ടെ, ഉറക്കമില്ലായ്മകൾ മാറട്ടെ, വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജയമുണ്ടാകട്ടെ, നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവധിക്കാലങ്ങൾ കർത്താവുമായി ചെലവഴിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കൂടുതൽ യേശുവിനോട് അടുക്കുക, കൂടുതൽ വേദപുസ്തകം വായിക്കുക. സ്കൂൾ പൂട്ടി, അവധിയൊക്കെ പലർക്കും തുടങ്ങി. ഈ 2 മാസം ഉള്ള വെയിൽ മുഴുവൻ കൊണ്ട് കണ്ട മരത്തേലെല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാതെ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, കളിയും കൂട്ടത്തിൽ കൂട്ടുക. എന്നാൽ ബൈബിൾ യേശുവിൻ്റെ കൂടെ കളിക്കുവാൻ, യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുവാൻ, യൗവനപ്രായത്തിൽ കർത്താവിനെ ഓർക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൂടുതൽ കൃപ കൊടുക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.